നമസ്കാരം. പുതിയ വർഷം പുതിയ പ്രതീക്ഷകളോടുകൂടി. ഒരിക്കൽ ഒരു കമ്പനിയുടെ MD പുതിയ വർഷത്തെ ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പനിയിലെ എല്ലാ ജോലിക്കാരെയും വിളിച്ചു ചേർത്തു. വൈകുന്നേരം എല്ലാവരും സന്തോഷത്തോടെ വന്നു. എല്ലാവർക്കും നല്ലൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അതിനു മുൻപാകെ ഗെയിംസ് ഓരോന്നായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു. ആദ്യത്തെ കസേരകളി കഴിഞ്ഞു. രണ്ടാമത്തെ ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹം കൊടുക്കുകയായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരുടെയും കാലിൽ കെട്ടുവാനുള്ള ബലൂണുകൾ തയ്യാറായി ഇരിപ്പുണ്ട്. അത് കേട്ട് എല്ലാവരും തന്നെ ഓടിച്ചെന്ന് കാലുകളിൽ ബലൂൺ കെട്ടി തയ്യാറായി നിന്നു. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, എല്ലാവർക്കുമായി കൈകളിൽ കരുതുവാൻ ടൂത്ത് പിക്കുകളും ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഓടിച്ചെന്ന് ടൂത്ത് പിക്കും എടുത്തു. മൂന്നാമത് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവരവരുടെ കാലിലെ ബലൂൺ പൊട്ടാതെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. ഹിയർ സ്റ്റാർട്ട്സ് ദ ഗെയിം. അദ്ദേഹം മ്യൂസിക് ഓൺ ചെയ്തു. എല്ലാവരും ധൃതി വെച്ച് ഓരോ ബലൂണുകളെ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അല്പനേരം കഴിഞ്ഞ് മ്യൂസിക് പെട്ടെന്ന് നിന്നു. അദ്ദേഹം എല്ലാവരെയും കൂട്ടിവരുത്തി. കാലിലെ ബലൂൺ പൊട്ടിയവർ വളരെ സങ്കടത്തോടെ ഒരു പരാജിതന്റെ ഭാവത്തോടെയും, കാലിൽ ബലൂൺ പൊട്ടാത്തവർ ഒരു വിജയിയായിരിക്കുന്ന ഒരാളുടെ ഭാവത്തോടുകൂടിയും അങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അദ്ദേഹം എല്ലാവരെയും വിളിച്ച് ഈ ബലൂണുകളൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. 1, കാലിൽ ബലൂൺ കെട്ടുക. 2, കയ്യിൽ ടൂത്ത് പിക്ക് പിടിക്കുക. 3, അവരവരുടെ കാലിലെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ്. അതിനർത്ഥം മറ്റുള്ളവരുടെ കാലിലെ ബലൂൺ പൊട്ടിച്ച് കളയണം എന്നൊരർത്ഥം അതിനില്ല എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജീവിതത്തിന്റെ വിജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതാണ് നമ്മുടെ വിജയം എന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മളുടെ വിജയത്തിന് വേണ്ടി മറ്റൊരാളെ പരാജയപ്പെടുത്തുക എന്നതല്ല, നമ്മൾ ലക്ഷ്യം തെറ്റാതെ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഓഷോ പറഞ്ഞത്, ആരും ആരെക്കാളും ഉയർന്നവനുമല്ല, ആരും ആരെക്കാളും താന്നവനുമല്ല. നമ്മളെക്കാൾ താന്നവനാണ് എന്ന് തോന്നുമ്പോൾ മുന്നിലുള്ളവനെ തള്ളിയിട്ട് വീഴ്ത്തണം എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എന്നാൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒന്നിച്ച് ജീവിക്കുമ്പോൾ അത് സാധ്യമല്ല. എല്ലാവരും അവരവരുടെ കഴിവുകളോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാനാണ്, നീയാണ്. മറ്റുള്ളവരെ അംഗീകരിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും നമ്മൾ വിജയികളായി തീരുവാൻ, ലക്ഷ്യം തെറ്റാതെ മുന്നേറുവാൻ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ.